ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്തത് വെറും 8 പോയിന്റ്സ് ആണ്. ആ 8 പോയിന്റ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സ് എ റെഗുലർ സ്റ്റഡി ടൈം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഗോൾ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് എ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടേക്ക് നോട്ട്സ് വൈൽ സ്റ്റഡിങ്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആർജൻ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിവേഴ്സ് റെഗുലർലി. റിവേഴ്സ് റെഗുലർലി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ വഴി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു കാര്യം പഠിച്ചു കാണും. ആ പഠിച്ച കാര്യത്തിനെ നമ്മളിപ്പോൾ ഒരു 9 മണിക്ക് പഠിക്കുവാനിരിക്കുന്നെങ്കിൽ 9 മണി മുതൽ 9:30 വരെ നമ്മൾ ഈ ഇന്നലെ പഠിച്ച കാര്യം നമ്മൾ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്യുകയാണ്. സോ ഈ ഒരു പോയിന്റ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു വലിയ പാരഗ്രാഫ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുപോലെ നോട്ടാക്കി എഴുതി വെച്ചായിരുന്നു. ഞാൻ അതിനെ റിവേഴ്സ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഈ നോട്ടിനെ ഇങ്ങനെ ഇരുന്ന് നോക്കി അപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ നോക്കും തോറും അതെൻ്റെ ബ്രെയിനിലോട്ട് സ്റ്റോർ ആവുകയാണ്. സോ നമ്മൾ ഇതുപോലെ പഠിക്കാൻ പാടുള്ള കാര്യങ്ങൾ നമ്മളൊരു ചെറിയ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമ്മൾ അത് റിവേഴ്സ് ചെയ്യുക. ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് ഓർമ്മയുണ്ടോ നോക്കുക, ഇന്ന് പഠിച്ച കാര്യം നാളെ ഓർമ്മയുണ്ടോ നോക്കുക. അല്ലാതെ നിങ്ങൾ മെനിഞ്ഞാന്ന് പഠിച്ച കാര്യം ഇന്നലെയും ഇന്നും ഓർക്കണ്ട. നിങ്ങൾ ഇന്നലെ പഠിച്ച കാര്യം നിങ്ങൾ അത് ഒരു പ്രാവശ്യം പോലും നോക്കാതെ നിങ്ങൾ അടുത്ത ദിവസം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എന്നാണ്. സോ നിങ്ങൾ ഓരോ ദിവസവും ഇന്നലെ പഠിച്ച കാര്യം റിവേഴ്സ് ചെയ്തിട്ട് വേണം അന്നുള്ള സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട്. സോ നമുക്ക് നേരെ 7ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഈ 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആവർത്തിക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസിനെ. എന്ന് വെച്ചാൽ ഇപ്പോൾ SLC പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ടിപ്പ് ഞാൻ തരാം. ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റിയിട്ട് വന്നിരുന്ന് പറയുന്നതല്ല. നിങ്ങൾ ഈ ഇയർ 2025 അല്ലേ, അപ്പോൾ ഈ ഇയർ തൊട്ട് നിങ്ങൾ ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 2020 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. സത്യം പറഞ്ഞ സമയമുണ്ട്. നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് സ്റ്റഡി ലീവ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ടൈം ഉണ്ട്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യുക. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ ലാസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റിവേഴ്സ് ചെയ്തായിരുന്നു. 2016, 17, 18 അങ്ങനെ റിവേഴ്സ് ചെയ്തായിരുന്നു. സോ അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചെയ്തത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ജയിക്കാനായിട്ട് സാധിച്ചത്. കാരണം ഞാൻ ഈ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് തന്നെ പല ക്വസ്റ്റ്യനുകൾ അവരെങ്ങനെ ചോദിക്കും. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോർഷൻ സബ്ജക്റ്റ് അല്ല, നമുക്ക് പഠിക്കുവാനുള്ള ഒരു പോർഷൻ അതിന് ഏതൊക്കെ രീതിക്ക് ചോദിക്കുമെന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് മനസ്സിലായി. സോ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ 10ാം ക്ലാസ്സിലായവരായാലും +2-ലായവരായാലും നിങ്ങൾക്കും വർക്കൗട്ട് ചെയ്യാം. കാരണം നമ്മൾ എത്രത്തോളം പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നതെങ്കിൽ അത്രയും തന്നെ നമുക്ക് തിരിച്ച് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടേക്ക് പ്രോപ്പർ ബ്രേക്ക്. എന്ന് വെച്ചാൽ എപ്പോഴും ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ പേരൻസ് എല്ലാവരും പറയുന്നതായിരിക്കും, ഒന്നിരുന്ന് പഠിയടാ, നീ ചുമ്മാ ഇരിക്കാതെ പഠിയടാ. നമ്മൾ എപ്പോൾ ഇരുന്നാലും പഠിയടാ. അങ്ങനെ ആയിരിക്കും നമ്മളുടെ പേരൻസ് നമ്മളോട് പറയുന്നത്. നമ്മൾ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ രാവിലെ എണീക്കുന്നു, വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കുന്നു. സോ അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഉപയോഗം ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉപയോഗം ഇല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്ത് വേണം പഠിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്റ്റഡി ലീവൊക്കെ നിങ്ങൾക്ക് തരുമായിരിക്കും. കാരണം ആ ഒരു എക്സാം ടൈം അടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എന്തായാലും കിട്ടും. സോ ഈ കിട്ടുന്ന ടൈം നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽക്കുവാൻ നോക്കുക. അതെൻ്റെ മൊത്തം വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങൾ 6 മണി മുതൽ 8 മണി വരെ പഠിക്കുക. 8 മണിക്ക് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും കഴിച്ച് ഒരു 8 മണി മുതൽ 10 മണി വരെ നിങ്ങൾ കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ പോയി നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതെന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 10 മണിക്ക് വന്നതിന് ശേഷം ഒരു 12 മണി വരെ പഠിക്കുക. ഈ 12 മണിക്ക് ശേഷം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ചെറുതായിട്ട് ആർക്കെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങണമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു 3-3:30 വരെ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുക. 4 മണി മുതൽ ഒരു 6 മണി വരെ പഠിച്ചതിന് ശേഷം കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ഒരു 8 മണി മുതൽ
10 മണി വരെ പഠിക്കുക. സോ ഇങ്ങനെ പഠിക്കുമ്പം നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ബോറടി വരത്തില്ല, നമുക്ക് പഠിക്കുവാൻ മടി ഉണ്ടാവത്തില്ല. പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് പഠിച്ച കാര്യം നമ്മൾ ബ്രേക്ക് എടുത്ത് വന്നതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ എന്തായാലും ആലോചിക്കും. കാരണം അപ്പം പഠിച്ച കാര്യം നമുക്ക് പിന്നെ ഓർമ്മയുണ്ടോ നമ്മൾ എന്തായാലും നോക്കും. സോ ഇങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങൾ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ നമ്മൾ പ്രോപ്പർ ബ്രേക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. സോ ഞാൻ ഈ പറഞ്ഞ 8 പോയിന്റ്സും നിങ്ങൾ പഠിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. കാരണം ഇതൊരു എഫക്റ്റീവായിട്ടുള്ള പോയിന്റ്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഞാൻ ഇതേപോലെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചിട്ട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചായിരുന്നല്ലോ. എനിക്ക് 8A+, 2A ആണ് 10-ലുള്ളത്. പിന്നെ +2-ലായപ്പോഴത്തേക്കും 4A+ഉം 1 B+ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. B+ കിട്ടാൻ കാരണം ഞാൻ കുറച്ച് ഉഴപ്പായിരുന്നു. ആ വിഷയത്തിന് ഞാൻ കുറച്ച് ഉഴപ്പായിരുന്നു. കാരണം എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അതിനുവേണ്ടി പഠിക്കുവാൻ ടൈം സ്പെൻഡ് ചെയ്തില്ല, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്കത്. പിന്നെ ഞാൻ ഇപ്പം ഞാൻ അതിനുശേഷം BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യയാണ് എടുത്തത്. അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാൻ അത് പാസ്സായി. ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി 1 ഇയർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ, പത്തനംതിട്ടയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കയറിയായിരുന്നു. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റഡി. അപ്പോൾ ഞാൻ ഈ പോയിന്റ്സ് നോക്കി പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടുവാനായിട്ട് സാധിച്ചത്. സോ നിങ്ങൾ ഈ പോയിന്റ്സ് നോക്കി പഠിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ അയക്കുക. ആ നമ്പർ ഞാൻ നിങ്ങളുടെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ അന്ന് ഞാൻ ഈ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കും. സോ അതിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാത്രം അയക്കുക. അല്ലാതെ എന്നെ കളിയാക്കാനോ എൻ്റെ അടുത്ത് വിരോധമുള്ള കുറേ മെസ്സേജുകൾ കുത്തി, ബാഡ് വേർഡ്സ് ഒക്കെ കുത്തി നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടരുത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ എനിക്ക് അയക്കുക. കാരണം അതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എല്ലാമാണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ എനിക്ക് അയക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.